കോൺക്രീറ്റ് ബിൽഡിങ്സിൽ നിന്നും സ്റ്റീൽ ബിൽഡിങ്സിലോട്ട് എങ്ങനെ മൈഗ്രേറ്റ് ആയി? ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഇത്ര വേൾഡ് പോപ്പുലറായി? ഓട്ടോക്യാഡും ടെക്ലയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഹായ്, ദിസ് ഇസ് ജിജിത് ജോർജ് ഫ്രം റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ബിൽഡിങ്സ് എല്ലാം കൂടുതലും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സാണ് അല്ലേ? ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ലേബർ കോസ്റ്റ്, കാരണം സൈറ്റിലാണ് കൂടുതലും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ മാൻ പവർ വേണ്ടി വരും, അപ്പോൾ ലേബർ കോസ്റ്റ് കൂടും. അതേപോലെ നമ്മൾ ലീസിനൊക്കെ ആയിരിക്കുള്ളൂ ഈ സ്ഥലങ്ങളെടുത്ത് വലിയ വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ലീസിൻ്റെ കാലാവധി കഴിഞ്ഞാലോ കോൺക്രീറ്റ് പൊളിച്ച് കളയാനല്ലാതെ വേറെ ഉപയോഗമില്ല. അപ്പോൾ ഇത് പൊളിച്ച് കളയാനും കൺസ്ട്രക്ട് ചെയ്യാനും പൊല്യൂഷനാണ്. പക്ഷേ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വളരെ വലുതാണ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ സൈറ്റിൽ ഇറക്ഷനാണ് കൂടുതലും നടക്കുന്നത്, ബോൾട്ടിംഗ് എന്നുള്ള രീതിയിൽ. ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ടിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് സൈറ്റിൽ വരുമ്പോൾ നട്ടും ബോൾട്ടും ഇട്ട് ഇറക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരുപാട് മാൻ പവറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ലേബർ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ലീസിനെടുക്കുന്ന ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് ലീസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇത് പൊളിച്ച് കളയണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ 100% റീസൈക്കിളാണ് നമുക്ക് വരുന്നത്. പിന്നെ എത്ര കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് വരുമ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, സ്പൈറലായിട്ടിരിക്കുന്ന ബിൽഡിങ്സ്, എരിഞ്ഞ് വീഴുന്ന ബിൽഡിങ്സ്, ഇങ്ങനെയൊക്കെ കോൺക്രീറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്റ്റീൽ അങ്ങനെയല്ല, എത്ര കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് സ്റ്റീലിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റീലിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം. പണ്ട് കാലങ്ങളിൽ സ്റ്റീൽ ഫാബ്രിക്കേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൈകൊണ്ട് വരച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഓട്ടോക്യാഡ് എന്നുള്ള 2D സോഫ്റ്റ്വെയർ വരുന്നത്. പക്ഷേ കാലം കഴിയുന്തോറും ഈ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കോംപ്ലക്സ് കൂടി വന്നു. അപ്പോൾ ഈ ഓട്ടോക്യാഡിൽ ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് വന്നു. കാരണം ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. 2D ആയിട്ട് ഓരോന്ന് ലൈൻസ് ഇട്ട് വരയ്ക്കണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കണം. നമ്മൾ ക്വാണ്ടിറ്റി മാനുവലി എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓട്ടോക്യാഡിൽ ചെയ്യും നമ്മൾ വിഷ്വലൈസ് ചെയ്താണ് വരയ്ക്കുന്നത്. വൺസ് അത് വരച്ച് പ്രാക്ടിക്കലി സൈറ്റിൽ വരുമ്പോൾ ചിലപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്, മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 1966 ടെക്ല എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഫിൻലാൻഡിൽ ഡെവലപ്പ് ആവുന്നത്. ഞാനൊരു 2006-2007 കാലഘട്ടങ്ങളിലൊക്കെ ഈ ടെക്ലയിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് എക്സ്റ്റീൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന പേരിലോട്ട് അത് അറിയപ്പെടാൻ തുടങ്ങി. ടെക്ലയും ഓട്ടോക്യാഡും തമ്മിലുള്ള വ്യത്യാസം, ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞാൽ ഒരു 2D ഡ്രോയിങ്ങാണ്. നമ്മൾ ലൈൻസ് ഇട്ട് വേണം വരയ്ക്കാൻ, വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ മനസ്സിൽ ഇതെങ്ങനെ സ്ട്രക്ചർ വരുന്നു വിഷ്വലൈസ് ചെയ്ത് ഓരോ ലൈൻസ് നമ്മൾ വരയ്ക്കണം. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം. നട്ടും ബോൾട്ടും സ്റ്റീലെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ക്വാണ്ടിറ്റി നമ്മൾ മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും ഓട്ടോക്യാഡിൽ. പിന്നെ ഓട്ടോക്യാഡിൽ ഹ്യൂജ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ഡിഫിക്കൽട്ടാണ് ഓട്ടോക്യാഡിൽ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ ബിൽഡിങ്സ് ഒക്കെ സ്പൈറലായിട്ട് വരുന്ന ബിൽഡിങ്സ്, എരിഞ്ഞ് വീഴുന്ന ബിൽഡിങ്സ്, അങ്ങനെ വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഓട്ടോക്യാഡിൽ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓട്ടോക്യാഡിൽ അറ്റ് എ ടൈം ഒരാൾക്കേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രൊജക്റ്റിൽ. ഇതൊക്കെ വെച്ച് ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയർ ഫുൾ 3D സോഫ്റ്റ്വെയറാണ്. ഫുൾ 3D, അതേപോലെ തന്നെ ബീം കൊളാബറേറ്റഡ് സോഫ്റ്റ്വെയറാണ്. ഓട്ടോക്യാഡിന് ബീമിന് ഒരു പരിധിയുണ്ട്. ടെക്ലയാണെങ്കിൽ ഫുൾ ബീം കൊളാബറേറ്റ്, അതായത് വേറെ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വർക്ക് ടെക്ലയിൽ വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരേ സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രൊജക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡ്രോയിങ്സ്, വൺസ് 3D നമ്മൾ ചെയ്താൽ ഡ്രോയിങ്സ്, ഫാബ്രിക്കേഷന് വേണ്ടിയുള്ള, ഇറക്ഷന് വേണ്ടിയുള്ള ഡ്രോയിങ്സ് എല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയി വരും. 2D ഡ്രോയിങ്സ് ആയിട്ട് ജനറേറ്റ് ആയി വരും. നമ്മളൊന്നും ലൈൻസ് ഇട്ട് വരയ്ക്കേണ്ട. അതേപോലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ്, ക്വാണ്ടിറ്റി എടുക്കണം. നട്ടും ബോൾട്ടും സ്റ്റീലെല്ലാം ഇതും നമുക്ക് ഈ നട്ടും ബോൾട്ടും എല്ലാം സ്റ്റീൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. നമ്മളൊന്നും മാനുവലി നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ടെക്ല സ്ട്രക്ചേഴ്സ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ. ഇപ്പോൾ ടെക്ലയിൽ ചെയ്ത വലിയ വലിയ ബിൽഡിങ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ചുരുക്കം ചില എക്സാമ്പിൾസ് പറയാം. വേൾഡ് ട്രേഡ് സെൻറ്റർ, ബുർജ് ഖലീഫ്, എന്തിന് നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചെനാബ് ബ്രിഡ്ജ്, ഇതെല്ലാം ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്താണ്. ഇതുപോലെ തന്നെ ഒളിമ്പിക് സ്റ്റേഡിയംസ്, ഇതും ടെക്ലയിൽ ചെയ്യുന്നതാണ്. എത്ര കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആയാലും ടെക്ലയിലാണ് കൂടുതലും ഡെവലപ്പ് ആവുന്നത്. ഇനി ജോബിൻ്റെ ഒരു ആസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡിൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട് ടെക്ല തന്നെയായിരിക്കും നമ്പർ 1. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വിത്ത് ഹൈ സാലറി പേ ഇതിൽ കിട്ടും. ഇന്ത്യയിലുണ്ട്, അബ്രോഡുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. 2006-2007 കാലഘട്ടങ്ങളിലാണ് ഞാൻ ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 2017 സമയമായപ്പോഴാണ് റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു പ്രൊജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും അവർക്ക് പ്രൊജക്റ്റ് ട്രെയിനിങ് ആണ് വേണ്ടത് ഇവിടെ, അല്ലാതെ ടൂൾ ബേസ്ഡ് ട്രെയിനിങ് അല്ല. അങ്ങനെയാണ് നമ്മളിവിടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പല ക്ലയൻറ്റിനും ചെയ്തു കൊടുത്ത പ്രൊജക്റ്റിൽ നിന്നും
സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എന്നാൽ അത്യാവശ്യം വേണ്ട പോർഷൻസൊക്കെ കവർ ആവുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തു. UK സ്റ്റാൻഡേർഡിലെ പ്രൊജക്റ്റ്, ISO സ്റ്റാൻഡേർഡിലെ പ്രൊജക്റ്റ്, US സ്റ്റാൻഡേർഡിലെ പ്രൊജക്റ്റ്, പിന്നെ PEB ബിൽഡിങ്സ്, അതായത് പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സ്, ഇങ്ങനത്തെ പ്രൊജക്ട്സുകളാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തത്. അത് ഫുൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രൊജക്റ്റ് വൈസ് ട്രെയിനിങ് തന്നെ. ഹോൾ നിങ്ങൾ ചെയ്യണം, 3D മോഡലിംഗ് ചെയ്യണം, കണക്ഷൻ ചെയ്യണം, അതിൻ്റെ ഡ്രോയിങ്സും എസ്റ്റിമേറ്റ് എല്ലാം നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ടെക്ല സ്ട്രക്ചേഴ്സ്. അതുകൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയർ ഒരു വളരെ നല്ല ചോയ്സ് ആയിരിക്കും.